ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം. ആത്മഭാവങ്ങളെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം സന്തോഷവാനായിരിക്കും. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധസിദ്ധോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാ ഫലഹേതവാം. ഫലത്തെക്കുറിച്ചുള്ള ചിന്ത വെടിഞ്ഞ് ജയത്തിലും പരാജയത്തിലും മനസ്സിനെ സമനിലയിൽ നിർത്തി കർമ്മം ചെയ്യുക. ഈശ്വരപ്രാപ്തി ലക്ഷ്യമാക്കാതെ ചെയ്യുന്ന കർമ്മം നികൃഷ്ടമാണ്. പ്രിയരെ, തന്റെ ജോലിയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നയാൾ അതിന്റെ ഫലത്തിലാവില്ല ആനന്ദം കണ്ടെത്തുന്നത്. കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു തരം ആനന്ദം അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ചിത്രകാരനോട് പറഞ്ഞു നോക്കൂ. താങ്കൾ ചിത്രം വരയ്ക്കേണ്ട, അതിനു വേണ്ടുന്ന പണം പിടിച്ചോളൂ എന്ന്. അയാൾ അത് ചെവിക്കൊള്ളില്ല. ഒരു കൃഷിക്കാരനോട് പറയുക, വയലിൽ പോകേണ്ട, കാലിമേയ്ക്കണ്ട, നിനക്ക് വേണ്ടത്ര പണം തന്നേക്കാം. അയാൾ യഥാർത്ഥ കൃഷിക്കാരനാണെങ്കിൽ ഈ കച്ചവടം അയാൾക്ക് രുചിക്കില്ല. നിഷ്കാമമായി ചെയ്യുന്ന എന്തു ജോലിയും ഈശ്വര പ്രാർത്ഥന തന്നെയാണ്. വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു യുവാവിന് ജോലിക്കുള്ള ഇന്റർവ്യൂ കാർഡ് ലഭിച്ചു. എന്നാൽ ആ ജോലി കിട്ടിയില്ല. നിരാശനായി താടിക്ക് കയ്യും കൊടുത്ത് വിദൂരതയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അയാൾ. ഈ സമയം ആരോ അയാളുടെ തോളിൽ തട്ടി. നിറമുള്ള കണ്ണട വെച്ച ഒരു ബാലൻ. ഏകാന്തമായിരിക്കുന്ന തന്നെ ശല്യം ചെയ്തതിൽ ദേഷ്യം തോന്നിയെങ്കിലും അത് പ്രകടിപ്പിക്കാതെ എന്താണ് കാര്യമെന്ന് കുട്ടിയോട് ചോദിച്ചു. കുട്ടി ഒരു വാടിയ പൂവ് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നോക്കൂ, എത്ര ഭംഗിയുള്ള പൂവ്. ആ വാടിയ പൂവ് കണ്ടിട്ട് ദേഷ്യം വന്നെങ്കിലും അത് ഉള്ളിലടക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, അതെ, നല്ല പൂവാണ്. ഇത് കേട്ട് കുട്ടി പറഞ്ഞു, ഇത് ഞാൻ അങ്ങേക്കായി കൊണ്ടുവന്നതാണ്. ആ കുട്ടിയുടെ ചിരി കണ്ട് യുവാവിന്റെ മനസ്സിലെ ഭാരം കുറഞ്ഞു. കുട്ടി യാത്ര പറഞ്ഞു നടന്നു. തറയിൽ എന്തോ വീഴുന്നത് കേട്ട് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജന്മനാ അന്ധനായ ആ കുട്ടിയുടെ കയ്യിലുള്ള വടി താഴെ വീണ് കിടക്കുകയാണ്. അദ്ദേഹം ഓടിച്ചെന്ന് അവനെ പുണർന്നു. അയാൾ ചിന്തിച്ചു, താൻ ജോലി കിട്ടാഞ്ഞതിൽ ദുഃഖിച്ചിരിക്കുന്നു. ഈ കുട്ടിയാവട്ടെ രണ്ടു കണ്ണുമില്ലെങ്കിലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും സ്വയം സന്തോഷവാനായിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. സ്നേഹപൂർവ്വം, രഞ്ജൻ, കയനാടൻ.